നമസ്കാരം. ഇടുക്കി നെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് സ്വാഗതം. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജയിലിലേക്ക് 4 വർഷം തടവ്. വിധി ബംഗളൂരുവിലെ പ്രത്യേക കോടതിയുടേത്. തമിഴ്നാട്ടിൽ വ്യാപക അക്രമം, പ്രതിസന്ധി കേരളത്തിലേക്കും പടരും. ഗവൺമെന്റിന്റെ ധൂർത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും ദുരിതം ഏറ്റുവാങ്ങേണ്ടവരല്ല ജനങ്ങളെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. വർദ്ധിപ്പിച്ച ജലക്കരവും ഭൂനികുതിയും നൽകാൻ തയ്യാറല്ലെന്നും പിണറായി വിജയൻ. നഗരസഭകളാക്കാനുള്ള പട്ടികയിൽ നിന്ന് കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ ഒഴിവാക്കിയതിനെതിരെ വ്യാപക പ്രതിഷേധം. നഗരസഭയാക്കാനുള്ള പട്ടികയിൽ നിന്ന് കട്ടപ്പനയെ ഒഴിവാക്കിയതിന് പിന്നിൽ ഉപസമിതിയുടെ ആസൂത്രിത നീക്കമെന്ന് കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി. ജില്ലയിൽ മയക്കുമരുന്ന് ഉപഭോഗം വർദ്ധിക്കുന്നു. അന്തർ സംസ്ഥാന അതിർത്തി കടന്ന് കേരളത്തിലേക്കെത്തുന്ന കഞ്ചാവിന്റെ അളവിൽ വൻ വർധന. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ പിടികൂടിയത് 150 കിലോഗ്രാം അധികമാണ്. കാർഷിക സംസ്കൃതിയുടെ നല്ല പാഠങ്ങൾ തേടി വിദ്യാർത്ഥികൾ വയലുകളിലേക്ക്. കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെയും നെടുങ്കണ്ടം MES കോളേജിലെയും വിദ്യാർത്ഥികളടങ്ങിയ സംഘമാണ് നെൽകൃഷിയുടെ പുതിയ അറിവുകൾ തേടി പാടത്തിറങ്ങിയത്. വാർത്തകളിലേക്ക് വിശദമായി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജയിലിലേക്ക് 4 വർഷം തടവ്. വിധി ബംഗളൂരുവിലെ പ്രത്യേക കോടതിയുടേത്. തമിഴ്നാട്ടിൽ വ്യാപക അക്രമം, പ്രതിസന്ധി കേരളത്തിലേക്കും പടരും. കുമളി ചെക്ക് പോസ്റ്റിൽ ഉപരോധ സമരം നടന്നു. ദൃശ്യങ്ങളിലേക്ക്. கண்டிக்காதே 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 தண்டிக்காதே தண்டிக்காதே தங்கத்தாயே தண்டிக்காதே கண்டிக்காதே கண்டிக்காதே தாயே தண்டிக்காதே 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 கண்டிக்காதே கண்டிக்காதே. கர்நாடக அரசு ஒழிக, கர்நாடக அரசு ஒழிக, நீதிக்கு தீர்ப்பு வரை ஒழிக ஒழிக. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് 4 വർഷം തടവ് വിധിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിൽ വ്യാപക അക്രമം തുടരുകയാണ്. പ്രതിസന്ധി കേരളത്തിലേക്കും പടരുമെന്ന് തന്നെയാണ് സൂചന. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അനിൽ കെ ശിവറാം ചേരുന്നു. അനിൽ, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അനധികൃത സ്വത്ത് സമ്പാദനവും മുൻനിർത്തിയാണ് ഇപ്പോൾ ബംഗളൂരുവിലെ പ്രത്യേക കോടതി തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. 4 വർഷത്തെ തടവാണ് ശിക്ഷ. ഇത് തോഴി ശശികലയും വളർത്തുപുത്രനും ഇളവരശിയും ഉൾപ്പെടെ ഇങ്ങനെ 4 പേർക്കാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഏകദേശം 68 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനമാണുള്ളത്. അതുപോലെ തന്നെ 10,500ഓളം വരുന്ന സാരികൾ, കിലോ കണക്കിന് സ്വർണം, ഇങ്ങനെ ഏകദേശം 18 വർഷം നീണ്ടു നിന്ന ഒരു കേസ്. ഇത് പല ഘട്ടത്തിലും അട്ടിമറിക്കപ്പെടും എന്ന് തന്നെ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അഭിമാനകരമായ ഒരു മുഹൂർത്തം എന്ന് തന്നെയാണ് ഇപ്പോൾ നിരീക്ഷകർ ഈ വിധിയെ കാണുന്നത്. ഇതിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം ഒരുപക്ഷെ വളരെ ഏറെയായിരിക്കും. തമിഴ്നാട്ടിൽ ഇപ്പോൾ തന്നെ പരക്കെ അക്രമങ്ങൾ, AIADMK പ്രവർത്തകർ തമിഴ്നാട്ടിൽ പരക്കെ അക്രമം അഴിച്ചുവിടുകയാണ്. കരുണാനിധിയുടെ വീടിനുൾപ്പെടെ കല്ലുകൾ എറിയുന്നു, കോലം കത്തിക്കുന്നു, പലയിടത്തും ബസ്സുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ കത്തിക്കുന്നു. അങ്ങനെ അക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധിക്കുക എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ തമിഴ്നാട്ടിലേക്കുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വാഹനങ്ങൾ കടന്നു വരുന്നില്ല. കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾ തമിഴ്നാട്ടിലേക്ക് KSRTC ഒക്കെ അതിർത്തി പ്രദേശങ്ങളിൽ മാത്രം സർവീസ് നടത്തി ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങളും കടന്നു പോകാതിരിക്കുക തന്നെയാണ് നല്ലത്. കാരണം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാരെ, ഇല്ലെങ്കിൽ ഈ സെലിബ്രിറ്റികളെ ഒരു വികാരമായി കൊണ്ടാടുന്ന ഒരു ജനസമൂഹമാണ് തമിഴ്നാട്ടിലുള്ളത്. അപ്പോൾ തീർച്ചയായും ഇവർക്കുണ്ടാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ വൈകാരികമായി നേരിടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ വിഷയം വന്നപ്പോൾ തന്നെ നമ്മളത് കണ്ടതാണ്. തമിഴ്നാട്ടിലുള്ള മലയാളികൾ നിരവധി പേർ ആക്രമിക്കപ്പെട്ടു, അവരുടെ വസ്തുവകകൾ കൊള്ളയടിക്കപ്പെട്ടു, മൃഗങ്ങളെ ഉൾപ്പെടെ വെട്ടിക്കൊന്നു. ഇങ്ങനെ വളരെ വികാരപരമായി വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു ജനത.
ഇപ്പോൾ ഈ വൈകുന്നേരത്തോട് കുമളിയിൽ തന്നെ ചെക്ക് പോസ്റ്റ് ഉപരോധിച്ചു. കേവലം 4 പേർ മാത്രമടങ്ങുന്ന ഒരു സംഘമാണ് അവിടെ റോഡ് ഉപരോധവും വാഹനങ്ങൾ ഉപരോധിക്കുകയും ചെയ്തത്. അങ്ങനെ നമ്മുടെ ഇടുക്കി ജില്ലയുടെ അതിർത്തി, പ്രത്യേകിച്ചും കമ്പമട്ട കുമളി മേഖലകളൊക്കെ അതിർത്തി മേഖലകളാണ്. ഇവിടെ ഈ മേഖല കേന്ദ്രീകരിച്ച് തമിഴ് ജനത ഒരുപാട് പേർ അധിവസിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വികാരം അവരിലേക്കും നമ്മുടെ അതിർത്തിയായ ഇടുക്കി ജില്ലയിലേക്കും കടന്നു വരും. അക്കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രത്യാഘാതം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക, തമിഴ്നാട്ടിൽ നിന്നും വാഹനങ്ങൾ ലോഡുമായി അരി പോലെയുള്ള ഉൽപ്പന്നങ്ങൾ, ഇതിനൊക്കെ നമ്മൾ മലയാളികൾ ഇപ്പോൾ ആശ്രയിക്കുന്ന തമിഴ്നാടിനെയും മറ്റ് സംസ്ഥാനങ്ങളെയുമാണ്. ഈ അരിയുടെ ഒരു വരവ് കുറയും. അതുപോലെ തന്നെ പച്ചക്കറിയെ പൂർണ്ണമായിട്ടും ഇടുക്കി ജില്ലയും കേരളവും മുഴുവൻ ആശ്രയിക്കുന്നത് തമിഴ്നാടിനെ തന്നെയാണ്. അപ്പോൾ പച്ചക്കറികൾ വരാതാകും, അരി, പലവ്യഞ്ജനങ്ങളൊന്നും തന്നെ വരാതാകും. ഇതുപോലെ തന്നെ മാംസാഹാരം പൂർണ്ണമായിട്ടും, കോഴിയിറച്ചിയെ നമ്മൾ പൂർണ്ണമായിട്ടും ആശ്രയിക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴികളെയാണ്. അപ്പോൾ അതിൻ്റെ വരവ് തടസ്സപ്പെടും. ഇങ്ങനെ നമ്മുടെ മാർക്കറ്റുകൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് വരും ദിവസങ്ങളിൽ കടന്നു പോകും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അനു. നന്ദി അനിൽ. ന്യൂസ് ഡെസ്കിൽ നിന്നും നമ്മോടൊപ്പം ചേർന്നത് അനിൽ കെ ശിവറാമായിരുന്നു. ഗവൺമെന്റിന്റെ ധൂർത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും ദുരിതം ഏറ്റുവാങ്ങേണ്ടവരല്ല ജനങ്ങളെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. വർദ്ധിപ്പിച്ച ജലക്കരവും ഭൂനികുതിയും നൽകാൻ തയ്യാറല്ലെന്നും പിണറായി കൂട്ടിച്ചേർത്തു. തൊടുപുഴയ്ക്ക് സമീപം നടന്ന പാർട്ടി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഗവൺമെന്റിന്റെ ധൂർത്തും കെടുകാര്യസ്ഥതയുടെയും ദുരന്തം ഏറ്റുവാങ്ങേണ്ടവരല്ല ജനങ്ങൾ. അതുകൊണ്ടാണ് CPIM പറഞ്ഞത്, നിങ്ങൾ വർദ്ധിപ്പിച്ച ജലക്കരമായാലും ഭൂനികുതിയായാലും എല്ലാരെയും ബാധിക്കുന്നതാണിത്. ആ വർദ്ധിപ്പിച്ച നികുതി നൽകാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചത് ഇതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ നിങ്ങളുടെ ധൂർത്തിനിരയാകാൻ പറ്റില്ല. ഇതോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്ന് മറ്റ് പ്രക്ഷോഭ രൂപങ്ങൾ എന്ത് എന്ന് ആലോചിക്കുകയും ചെയ്യും. നഗരസഭയാക്കാനുള്ള പട്ടികയിൽ നിന്ന് കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ ഒഴിവാക്കിയതിനെതിരെ വ്യാപക പ്രതിഷേധം. നഗരസഭയാക്കാനുള്ള പട്ടികയിൽ നിന്ന് കട്ടപ്പനെ ഒഴിവാക്കിയതിന് പിന്നിൽ ഉപസമിതിയുടെ ആസൂത്രിത നീക്കമെന്ന് കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി പറഞ്ഞു. തനതു വരുമാനം 12.8 കോടി രൂപയിൽ അധികമാണെന്നതാണ് നഗരസഭയാകാൻ ആവശ്യമായിട്ടുള്ള യോഗ്യതകളിലൊന്ന്. ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളേക്കാൾ വളരെയധികം മുന്നിലാണ് കട്ടപ്പന. കഴിഞ്ഞ വർഷം 2.25 കോടിയും ഇക്കൊല്ലം 3 കോടിക്കടുത്തുമാണ് വരുമാനം. ടൗണിലും പരിസര പ്രദേശങ്ങളിലും ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിൽ 1434 മുകളിലാണ്. വിസ്തൃതി കൂടിയ പഞ്ചായത്തായതിനാലാണ് കണക്കുകളിൽ അല്പം കുറവായി രേഖപ്പെടുത്തുന്നത്. 80% കാർഷികേതര വിഭാഗം എന്നത് അശാസ്ത്രീയ നിർദ്ദേശമാണ്. സുഗന്ധ കാർഷിക വിളകളുടെ ഉൽപാദന രംഗത്ത് ജില്ലയുടെ സ്ഥിരാകേന്ദ്രമായ കട്ടപ്പന വികസിത നഗരമായി മാറിക്കഴിഞ്ഞു. മുനിസിപ്പാലിറ്റിയിലൂടെ ലഭിക്കുന്ന നഗരവൽക്കരണ വികസന ഫണ്ടും തനതു വരുമാനവും കൂടിയാകുമ്പോൾ കട്ടപ്പനയുടെ വളർച്ച വേഗത്തിൽ സാധ്യമാകും. കേരളത്തിൽ പുതിയ മുനിസിപ്പാലിറ്റി പ്രഖ്യാപിക്കപ്പെട്ടാൽ ആദ്യത്തേത് കട്ടപ്പനയായിരിക്കുമെന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും മുമ്പ് പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇത് നടപ്പാകാതെ ഗ്രാമപഞ്ചായത്തിനെ 2ആയി വിഭജിക്കാനുള്ള നിർദ്ദേശം അപ്രായോഗികവും ഭൂമിശാസ്ത്രപരമായി അസാധ്യവുമാണെന്ന് കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി പറഞ്ഞു. ടൗണിന്റെ വളർച്ചയെ തടയാൻ ഇത് കാരണമാകും. വികസന നഗരത്തിനുള്ള ഭൗതിക സാഹചര്യങ്ങളുള്ള കട്ടപ്പനയെ മുനിസിപ്പാലിറ്റിയാക്കാൻ നടപടിയെടുക്കണമെന്നും ജോണി കുളമ്പള്ളി ആവശ്യപ്പെട്ടു. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആവും എന്ന ഒരു വിശ്വാസത്തിലും പ്രതീക്ഷയിലുമായിരുന്നു നമ്മളൊക്കെ നിന്നിരുന്നത്. പക്ഷെ ഇന്ന് ഇതിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ട കമ്മിറ്റി, ഗവൺമെൻറ് നിയോഗിച്ച പഞ്ചായത്ത് ഡയറക്ടർ കൺവീനറായിട്ടും അതുപോലെ സ്റ്റേറ്റ് പെർഫോമൻസ് ഓഡിറ്റ് ഓഫീസർ അംഗമായിട്ടും ചീഫ് ടൗൺ പ്ലാനർ അംഗമായിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ആശങ്ക നമുക്കുണ്ടായിരിക്കുകയാണ്. ഒരിക്കലും അത് നമുക്ക് യോജിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ഇവിടെ നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നുകിൽ നമ്മൾ മുനിസിപ്പാലിറ്റിയായി മാറുക, അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്ത് വിഭജിച്ച് 2ആയി മാറുക. അപ്പോൾ ഇത് 2ആയാലും മുനിസിപ്പാലിറ്റി ആയാലും വിഭജിച്ച് മാറുകയാണെങ്കിലും ഈ 2 ഓപ്ഷനാണെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മുടെ യോഗ്യത അനുസരിച്ച് നമ്മുടെ പോപ്പുലേഷൻ, നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ ധനവിനിയോഗ രീതികൾ, നമ്മുടെ ധനകാര്യ സ്രോതസ്, തനത് ഫണ്ട് അടക്കമുള്ള കാര്യങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ ഒന്നെങ്കിൽ ഇത് വിഭജിച്ചേ മതിയാവും, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആകാം. ഈ 2 ഓപ്ഷനാണ് മുമ്പിലുള്ളൂ. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിയാക്കി പ്രഖ്യാപിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കട്ടപ്പനയുടെ മുനിസിപ്പാലിറ്റി നിർദ്ദേശം അട്ടിമറിക്കാൻ വിദഗ്ധ സമിതി ശ്രമിച്ചെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു.
പുതിയതായി രൂപീകരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ കേരള സർക്കാർ പ്രഥമ പരിഗണന നൽകിയിട്ടുള്ള കട്ടപ്പന പഞ്ചായത്തിനെ വിഭജിച്ച് പുതിയ പഞ്ചായത്തുകൾ രൂപീകരിക്കാമെന്നുള്ള വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം പിൻവലിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കട്ടപ്പനയുടെ മുനിസിപ്പാലിറ്റി പ്രവേശനം അട്ടിമറിക്കാനാണ് ഈ നീക്കം. ജനസാന്ദ്രതയിലും വിസ്തീർണത്തിലും വരുമാനത്തിലും പ്രാദേശിക വികസനത്തിലും കേരളത്തിൽ തന്നെ ഏറെ മുന്നിൽ നിൽക്കുന്ന കട്ടപ്പനയെ എല്ലാ തരത്തിലും തകർക്കുന്നതിനുള്ള നിർദ്ദേശമാണ് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരിക്കുന്നതെന്നും യൂത്ത് കോൺഗ്രസ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് രാജു ആരോപിച്ചു. ഏറ്റവും വലിയ പട്ടണമായ കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് ഈ ജില്ലയിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തും ഈ ജില്ലയിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയുമുള്ള ഈ പഞ്ചായത്തിനെ വെട്ടിമുറിച്ച് 2 പഞ്ചായത്താക്കി മാറ്റണമെന്നുള്ള വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ ഏറ്റവും വലിയ പരിഹാസമാണ്. ആ വിദഗ്ധ സമിതിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. അത് പുനഃപരിശോധിക്കാനുള്ള നടപടി ആരംഭിക്കണം. കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കട്ടപ്പനയിൽ നടത്തിയ പ്രസ്താവന കട്ടപ്പനയ്ക്ക് മുനിസിപ്പാലിറ്റി പ്രവേശനത്തിന് പ്രഥമ പരിഗണന എന്ന രീതിയിലാണ്. കുടിയേറ്റ ചരിത്രത്തോളം പഴക്കമുള്ളതും ഹൈറേഞ്ചിന്റെ സ്ഥിര കേന്ദ്രവുമാണ് കട്ടപ്പന. ചില സ്ഥാപിത താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള നീക്കം ഏതു ഭാഗത്തു നിന്നുണ്ടായാലും അതിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുമെന്നും പ്രശാന്ത് രാജു പറഞ്ഞു. ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ കണ്ട് കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ ഏറ്റവും പെട്ടെന്ന് തന്നെ മുനിസിപ്പാലിറ്റിയാക്കി മാറ്റാനുള്ള നടപടികളുമായി മുൻപോട്ട് പോവുകയാണ്. ജനങ്ങളുടെ പ്രതികരണ വേദിയിലേക്ക് ജനങ്ങൾക്കുമുണ്ട് പറയാൻ. കട്ടപ്പന പഞ്ചായത്ത് വിഭജനവുമായി ബന്ധപ്പെട്ട സാധാരണ ജനങ്ങളുടെ പ്രതികരണമാണ് ഇന്ന് ജനങ്ങൾക്കുമുണ്ട് പറയാൻ. മുനിസിപ്പാലിറ്റി ആകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതും. മുനിസിപ്പാലിറ്റി ആക്കുമെന്ന് മാണി സാറോട് വന്നപ്പോൾ പറയുകയും ചെയ്തതാണ്. വിഭജിപ്പിക്കുന്നതിനോട് താല്പര്യമില്ല. മുനിസിപ്പാലിറ്റി ആക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. മുനിസിപ്പാലിറ്റി ആക്കി നമ്മൾ ഒന്നാമത് ഇവിടുത്തെ വികസിക്കാനൊരു സ്പേസ് ഇല്ല. മുനിസിപ്പാലിറ്റി ആയി 2 പഞ്ചായത്ത് കൂടെ കൂടി ചേരും. മുനിസിപ്പാലിറ്റി ആക്കുവാണെങ്കിൽ നമുക്ക് ഈ പഞ്ചായത്ത് തന്നെ ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശം ട്രാഫിക് ബ്ലോക്ക് കാരണം നമുക്ക് ഇപ്പോൾ ഒരിടത്തേക്കൊന്നും മാറാൻ പറ്റുന്നില്ല. കാൽനട യാത്രക്കാർക്കും പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. മുനിസിപ്പാലിറ്റിയിൽ ഇതിനെല്ലാത്തിനൊരു മാറ്റം വരും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. നമ്മുടെ കട്ടപ്പന പഞ്ചായത്ത് ഇത്രയും വിപുലമായ പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറുന്നൊരു പഞ്ചായത്താണെന്ന് കൊട്ടിഘോഷിക്കുകയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ, അതായത് ഇപ്പോൾ പഞ്ചായത്ത് ഭരിക്കുന്നതും കേരളം ഭരിക്കുന്നതും ഒരേ രാഷ്ട്രീയ കക്ഷിയാണ്. അപ്പോൾ അവർ പറയുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ ആത്മവിശ്വാസം വന്നു. 2 സ്ഥലവും ഭരിക്കുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയാകുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ മാനം കണ്ടവരാണ് ഈ കട്ടപ്പന നിവാസികൾ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ തിരിച്ചു പറയുന്നു കട്ടപ്പനയ്ക്ക് ഇങ്ങനെ ഒരു മുനിസിപ്പാലിറ്റി എന്നുള്ള പദവി നഷ്ടപ്പെടുക മാത്രമല്ല കട്ടപ്പന പഞ്ചായത്തിനെ വിഭജിച്ച് ചെറുതാക്കാൻ കൂടി അവർ മുതിരുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്നുള്ളൊരു വാർത്ത ജനങ്ങളെ ഞെട്ടിച്ചതായിരുന്നു. കട്ടപ്പന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആകുമെന്നാണ് ഞങ്ങളൊക്കെ അറിഞ്ഞിരുന്നത്. ഇപ്പം അറിയുന്നു മുനിസിപ്പാലിറ്റി ആകുന്നില്ല. ഈ മുനിസിപ്പാലിറ്റിയുടെ ലിസ്റ്റിൽ വന്നിട്ടില്ല. കട്ടപ്പന പഞ്ചായത്ത് 2ആകാൻ പോകുന്നുള്ളൊരു വാർത്ത അറിയുന്നുണ്ട്. ഞങ്ങൾക്ക് ശക്തമായ ആ കാര്യത്തിൽ പ്രതിഷേധമുണ്ട്. അതായത് ഇപ്പം വികസനമാണ്. കട്ടപ്പന ടൗണിലാണ് വികസനം. ടൗണിൽ ഭയങ്കര വികസനമാണ്. പക്ഷേ ഗ്രാമങ്ങളിലേക്ക് വികസനം തൊട്ട് നോക്കിയിട്ടില്ല. അത് തൊട്ടടുത്ത ഗ്രാമങ്ങളിൽ പോലും വികസനം തൊട്ട് നോക്കിയിട്ടില്ല. ജോയ്സ് ജോർജ് MP ആശുപത്രി വിട്ടു. 2 വകുപ്പുകൾ തമ്മിലുള്ള തർക്കമാണ് വിദൂര ആദിവാസി മേഖലയിലെ കുടുംബങ്ങളെ ദുരിതത്തിലാഴ്ത്തിയത്. വനം വകുപ്പ് നടപടിയെ തുടർന്നുള്ള സംഭവ വികാസങ്ങളായിരുന്നു ജോയ്സ് ജോർജ് MPയുടെ നിരാഹാരത്തിനും തുടർന്ന് ജില്ലാ ഹർത്താലിനും വഴിവെച്ചത്. അടിമാലിക്കടുത്ത് 6-ാം മൈലിൽ തുടങ്ങി പഴമ്പള്ളിച്ചാൽ കുറത്തിക്കുടി വഴി ദേശീയപാതയിലെത്തുന്ന റോഡിന്റെ പുനരുദ്ധാരണ ജോലികൾ കഴിഞ്ഞ 1.5 വർഷമായി നടന്നുവരികയായിരുന്നു. സ്റ്റേറ്റ് ഹൈവേ ആയി പ്രഖ്യാപിച്ച റോഡിൽ 4 കലുങ്കുകളുടെ നിർമ്മാണം ഇതിനകം പൂർത്തിയായിരുന്നു. ഈ കലുങ്കുകളാണ് JCB ഉപയോഗിച്ചും തോട്ടപൊട്ടിച്ചും വനംവകുപ്പ് അധികൃതർ തകർത്തത്. മുൻകൂർ അനുമതിയില്ലാതെയാണ് പൊതുമരാമത്ത് വകുപ്പ് കലുങ്കുകൾ നിർമ്മിച്ചതെന്ന് വനംവകുപ്പിന്റെ വാദം. എന്നാൽ PWD അധികൃതർ ഈ ആരോപണം നിഷേധിക്കുന്നു. മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് വനംവകുപ്പിന്റെ ഉൾപ്പെടെ മുൻകൂർ അനുമതിയോടെയാണ് കലുങ്കുകൾ നിർമ്മിച്ചതെന്ന് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജു പറയുന്നു.
മൂന്നാർ DFOയുടെ അനുവാദത്തോട് കൂടിയിട്ടാണ് നമ്മൾ DFOനെ വിവരം അറിയിച്ച് നമ്മൾ ഈ പണികൾ ചെയ്തത്. ഈ വർക്ക് തുടങ്ങിയിട്ട് ഉദ്ദേശം 1.5 വർഷത്തോളമായി. ഇതേവരെ യാതൊരുവിധ പരാതിയും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും 2 വകുപ്പുകൾ തമ്മിലുള്ള തർക്കം മൂലം ദുരിതത്തിലായത് വിദൂര വനമേഖലയിലെ ആദിവാസികളായിരുന്നു. ആവറുകുട്ടി, കുറത്തി തുടങ്ങിയ കുടികളിലെ നിരവധി കുടുംബങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗമായിരുന്നു വനംവകുപ്പ് അധികൃതർ തകർത്തെറിഞ്ഞത്. ഈ റോഡ് വന്ന് ഈ രീതിയിൽ നിന്ന് ഫോറസ്റ്റുകാർ ആക്രമിക്കുകയും കുത്തിപ്പൊളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രോഗിയോ സ്കൂൾ പിള്ളേരെയോ ഞങ്ങൾക്ക് യാത്ര അരിവാലിയിലേക്ക് പോകാനോ പുറലോകമായിട്ട് ബന്ധപ്പെടാൻ യാതൊരു മാർക്കുമില്ല. ഇതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളായിരുന്നു ജോയിസ് ജോർജ് എംപിയുടെ നിരാഹാര സമരത്തിനും ജില്ലാ ഹർത്താലിനുമെല്ലാം വഴിവെച്ചതും. ന്യൂസ് ഡെസ്ക് ഇടുക്കി നെറ്റ്. ഉപ്പുതറ മൗലവിക്കവലയിൽ വൈദ്യുതി പോസ്റ്റിലെ കടന്നൽക്കൂട് ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു. കഴിഞ്ഞ ദിവസം കടന്നൽക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ പ്രദേശവാസികൾക്ക് പരിക്കേറ്റിരുന്നു. 6 മാസത്തോളമായി ഈ കടന്നൽക്കൂട് ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തി സ്ഥിതി ചെയ്യുകയാണ്. ഇലക്ട്രിക് പോസ്റ്റ് ആയതിനാൽ ഇവയെ നശിപ്പിക്കുവാൻ ഉടൻ സാധിക്കില്ല എന്നാണ് വൈദ്യുതി ബോർഡിൽ നിന്നും പറയുന്നത്. ഏകദേശം 700 കുട്ടികളടക്കം സ്കൂളിൽ പോകുന്ന വഴിയിലാണ് ഈ പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കടന്നലുകൾ കൂട്ടത്തോടെ സമീപവാസികളെ ഉപദ്രവിച്ചിരുന്നു. പലതവണ ബന്ധപ്പെട്ടവരെ വിവരമറിയിച്ചെങ്കിലും ഇതുവരെ നടപടിയൊന്നും എടുത്തിട്ടില്ല. കട്ടപ്പന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കേബിൾ നെറ്റ്വർക്കിന്റെ കേബിൾ ഈ കടന്നൽക്കൂടിനുള്ളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതിനാലാണ് കടന്നൽക്കൂട് നശിപ്പിക്കാൻ നടപടിയെടുക്കാത്തതെന്നാണ് നാട്ടുകാർ പറയുന്നത്. 6 മാസമായി കടന്നൽക്കൂട് ഞങ്ങളുടെ വീട് പടിക്ക് പോസ്റ്റേ വന്നിരിക്കുകയാണ്. അതൊരു ദിവസം ചെല്ലുന്നതിന് വളർന്ന് വരുവാണ്. പള്ളി തൊട്ടടുത്താണ്. പള്ളിയിലൊക്കെ ആൾക്കാർ ഡെയിലി വരുന്നുണ്ട്. മെയിൻ റോഡാണ്. ഞങ്ങളുടെ വീട്ടിൽ 2 കുഞ്ഞു പിള്ളേരുണ്ട്. സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഈ വഴിയാണ് നടന്നു പോകുന്നത്. അവർക്കൊക്കെ ഉപദ്രവങ്ങൾ ഈ കുളവികളെ കൊണ്ടുണ്ടാകും. ഓരോ ദിവസം കഴിയുന്തോറും കടന്നൽക്കൂടിന്റെ വലുപ്പം കൂടി വരികയാണ്. വീടുകളും പള്ളിയും വ്യാപാര സ്ഥാപനങ്ങളും ഇതിന്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. എത്രയും വേഗം ഇത് നശിപ്പിക്കുകയോ നശിപ്പിക്കുവാനുള്ള അനുവാദം ജനങ്ങൾക്ക് നൽകുകയോ ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇടുക്കി നെറ്റ് ന്യൂസ്, ഉപ്പുതറ. ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ മയക്കുമരുന്ന് ഉപഭോഗം വർദ്ധിക്കുന്നു. അന്തർ സംസ്ഥാന അതിർത്തി കടന്ന് കേരളത്തിലേക്ക് എത്തുന്ന കഞ്ചാവിന്റെ അളവിൽ വൻ വർധന. വാർത്തകൾ തുടരുന്നു. ജില്ലയിൽ മയക്കുമരുന്ന് ഉപഭോഗം വർദ്ധിക്കുന്നു. അന്തർ സംസ്ഥാന അതിർത്തി കടന്ന് കേരളത്തിലേക്ക് എത്തുന്ന കഞ്ചാവിന്റെ അളവിൽ വൻ വർധന. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ പിടികൂടിയത് 150 കിലോഗ്രാം അധികമാണ്. അന്തർ സംസ്ഥാന അതിർത്തി വഴി കേരളത്തിലേക്കെത്തുന്ന കഞ്ചാവിന്റെ അളവിൽ വർധനവുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ വർഷം ഇതുവരെ 187 കിലോഗ്രാം ഉണക്ക കഞ്ചാവാണ് ഇടുക്കി ജില്ലയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പിടിയിലായത്. പോയ വർഷം ഇത് 38 കിലോഗ്രാം മാത്രമായിരുന്നുവെന്നറിയുമ്പോഴാണ് വർദ്ധിച്ചുവരുന്ന ഭീഷണി വ്യക്തമാവുക. പിടിയിലാകുന്നതിലും എത്രയോ ഇരട്ടിയാണ് യഥാർത്ഥ കണക്ക് എന്നത് മറ്റൊരു കാര്യം. പല രീതികളാണ് കഞ്ചാവ് കാരിയർമാർ തിരഞ്ഞെടുക്കുന്നത്. ദേഹത്ത് കഞ്ചാവ് പൊതികൾ കെട്ടിവെച്ച് ചെക്ക് പോസ്റ്റുകൾ കടന്ന് കാൽനടയായി എത്തിയ 2 പേർ അടുത്തിടെ കുമളിയിൽ പിടിയിലായിരുന്നു. മറ്റൊരാളെത്തിയത് കഞ്ചാവ് പൊതികൾ കാലിൽ കെട്ടിവെച്ച നിലയിലായിരുന്നു. വാഹനങ്ങളിൽ പ്രത്യേക അറകൾ നിർമ്മിച്ചും കാറിന്റെ ബോണറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലും കഞ്ചാവ് കടത്താൻ ശ്രമിച്ച സംഭവങ്ങൾ നിരവധിയാണ്. തമിഴ്നാട്ടിലെ കമ്പം വഴിയാണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഇടുക്കിയിലേക്ക് കഞ്ചാവ് എത്തുന്നത്. ഒറീസ, ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ നക്സൽ മേഖലകളിൽ കൃഷി ചെയ്യുന്ന കഞ്ചാവാണ് ഇങ്ങനെ ഇടുക്കിയിലെത്തിച്ച് ഇടുക്കി ഗോൾഡ് എന്ന പേരിൽ മറ്റിടങ്ങളിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നത്. ഇടുക്കി കഞ്ചാവിന് ആവശ്യക്കാർ ഏറെയായതിനാൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവ് ഇടുക്കിയിലെത്തിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നതെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ലാൽകുമാർ പറയുന്നു. ജാർഖണ്ഡ് മുതലായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്തിട്ട് അത് ഇടുക്കിയിൽ കൊണ്ടുവന്നിട്ട് ഇടുക്കിയിൽ നിന്നും ഇടുക്കിയിലെ സാധനമാണെന്ന് പറഞ്ഞുള്ള ആ പഴയ പേരിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഇത് ഇടുക്കി വഴി കൊണ്ടുവരുന്നതെന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. മുമ്പ് കഞ്ചാവ് കൃഷിയുടെ പ്രധാന കേന്ദ്രമായിരുന്ന ഇടുക്കി ഇപ്പോൾ വിൽപ്പനയുടെ ഇടത്താവളമായി മാറിയെന്നർത്ഥം. പുതിയ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിൽ കഞ്ചാവ് കടത്ത് അടക്കം ചെക്ക് പോസ്റ്റുകളിൽ വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. എന്നാൽ ഈ പ്രതിസന്ധികൾ മറികടക്കാൻ ചെക്ക് പോസ്റ്റുകൾ സജ്ജമല്ല എന്നതാണ് സത്യം. ന്യൂസ് ഡെസ്ക് ഇടുക്കി നെറ്റ്. ഇനി റിവ്യൂ ടൈം. കേരളത്തിലെ കഞ്ചാവ് കടത്തിനെ കുറിച്ചുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തത് എസ് സൂര്യലാലാണ്. റിവ്യൂ ടൈമിൽ ന്യൂസ് സെന്ററിൽ നിന്നും സൂര്യലാൽ ചേരുന്നു.
സൂര്യലാൽ, കഞ്ചാവിന്റെ വിളനിലമായിരുന്നു ഒരു കാലത്തെ ഇടുക്കി. പിന്നീട് ഈ കൃഷി പൂർണ്ണമായും തടയാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇടവേളയ്ക്ക് ശേഷം പുറത്തുനിന്നുള്ള കഞ്ചാവിന്റെ ഒഴുക്ക് വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നു. ഇത് പുതിയ തലമുറയ്ക്ക് ഭീഷണിയാണ്. എങ്ങനെ വിലയിരുത്താം ഈ വിഷയത്തിൽ? എന്താണ് പരിഹാര മാർഗം? അനു, മുമ്പ് നമ്മുടെ ഇടുക്കി ജില്ലയിൽ വ്യാപകമായി കഞ്ചാവ് കൃഷി ഉണ്ടായിരുന്നു. എന്നാൽ എക്സൈസിൻ്റെയും പോലീസ് വകുപ്പിൻ്റെയും ഒക്കെ ഇടപെടലുകൾ മൂലം ഈ കഞ്ചാവ് കൃഷി ഇടുക്കി ജില്ലയിൽ നിന്നും തുടച്ചു നീക്കുവാൻ കഴിഞ്ഞു. എന്നാൽ അതിനുശേഷമാണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും അതിർത്തി കടന്ന ഇടുക്കിയിലേക്ക് കഞ്ചാവ് എത്തുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന കഞ്ചാവിന് ആവശ്യക്കാർ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ലയിൽ നിന്നും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഇടുക്കിയിലെത്തിച്ച് ഇടുക്കിയിൽ നിന്നുള്ള കഞ്ചാവാണ് എന്ന പേരിലാണ് ഈ കഞ്ചാവ് മറ്റ് സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. ഇടുക്കി ഗോൾഡ് എന്ന പേരിലാണ് ഈ കഞ്ചാവ് കയറ്റി അയക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന ഈ ഇടുക്കി ജില്ലയിൽ എത്തിക്കുന്ന കഞ്ചാവിന് ആവശ്യക്കാർ ഏറെയുള്ളത്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 38 കിലോഗ്രാം കഞ്ചാവുമായിട്ടാണ് അതിർത്തിയിൽ ആളുകളെ പോലീസും അല്ലെങ്കിൽ എക്സൈസ് വിഭാഗങ്ങളും പിടികൂടിയത്. എന്നാൽ ഈ വർഷത്തെ കണക്കുകൾ എന്ന് പറയുന്നത് 187 കിലോഗ്രാം ഇതുവരെ പിടികൂടിയിട്ടുണ്ട്. പിടികൂടാതെ പോയത് അതിലേറെയാവും. അപ്പോൾ ഈ കണക്കുകൾ തമ്മിൽ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം 38 കിലോഗ്രാം പിടിക്കപ്പെട്ട സ്ഥലത്താണ് ഇപ്പോൾ ഏതാണ്ട് 187 കിലോഗ്രാം കഞ്ചാവ് പിടിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെ അർത്ഥം വൻതോതിൽ കഞ്ചാവ് ഇടുക്കിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മറ്റൊന്ന്, ദേഹത്ത് കെട്ടിവെച്ചും അതുപോലെ തന്നെ കാലിൽ കെട്ടിവെച്ചും അതുപോലെ തന്നെ കാറിൻ്റെ ബോണറ്റുകളിൽ ഉള്ളിൽ സൂക്ഷിച്ചും ഡിക്കിയിൽ സൂക്ഷിച്ചും പ്രത്യേക അറകൾ നിർമ്മിച്ചുമെല്ലാമാണ് കഞ്ചാവ് ഇത്തരത്തിൽ ചെക്ക് പോസ്റ്റുകൾ കടത്തിക്കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കി ജില്ലയിലേക്ക് തൊഴിലിനായി എത്തുന്ന തൊഴിലാളികളുടെ ചോറ്റുപാത്രങ്ങളിലും അതുപോലെ തന്നെ പണിയായുധങ്ങൾ സൂക്ഷിക്കുന്ന ബാഗുകളിലും അടക്കം ഇത്തരത്തിൽ കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ പരിശോധനകൾ പ്രഹസനമായി മാറുകയാണ്. കാരണം നമ്മുടെ വേണ്ടത്ര ഫോഴ്സ് ഇല്ലാത്തതും വേണ്ടത്ര സജ്ജമല്ലാത്തതുമാണ് ഇത്തരത്തിൽ കഞ്ചാവ് ഇടുക്കിയിലേക്ക് കടന്നു വരാനും ഇടുക്കി ജില്ലയിൽ നിന്ന് ഇടുക്കി ഗോൾഡ് എന്ന പേരിൽ മറ്റു സ്ഥലങ്ങളിലേക്കും പോകാനുണ്ടാകുന്ന സാഹചര്യം. അനു, നന്ദി സൂര്യലാൽ. ന്യൂസ് സെന്ററിൽ നിന്നും ചേർന്നത് എസ് സൂര്യലാലായിരുന്നു. യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനകീയ ക്യാമ്പയിനും ബഹുജന ഒപ്പുശേഖരണവും ആരംഭിച്ചു. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടലിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുന്നത്. യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനകീയ ക്യാമ്പയിനും ബഹുജന ഒപ്പുശേഖരണവും ആരംഭിച്ചിരിക്കുന്നത്. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിയായി ഉയർത്തുക, ജില്ലാ ആശുപത്രി കട്ടപ്പനയിൽ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിലിന്റെ നേതൃത്വത്തിൽ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളായി കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വികസന കുതിപ്പ് നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വികസന കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന കട്ടപ്പനയെ സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നിന്ന് മാറി ഒരു മുനിസിപ്പാലിറ്റി തലത്തിലേക്ക് ഉയരണമെന്നുള്ള ജനകീയമായ ഒരു ആവശ്യം, ഈ ആവശ്യം ബഹുമാനനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മുൻപാകെയും കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മുമ്പാകെയും കട്ടപ്പന പഞ്ചായത്ത് കമ്മിറ്റി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് നിയമം പാസാക്കി തീരുമാനിച്ചുകൊണ്ട് അറിയിക്കുകയുണ്ടായി. പുളിയമ്മലയിൽ നിന്നും ആരംഭിച്ച ബഹുജന ക്യാമ്പയിന്റെ ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആർ ഗണേശൻ ഉദ്ഘാടനം ചെയ്തു. പ്രശാന്ത് രാജു, ഉഷ ശശി, ലൂയിസ് വേഴമ്പത്തോട്ടം, AM സന്തോഷ് എന്നിവർ സംസാരിച്ചു. സജീവ് KS, അനീഷ് വള്ളികുന്നേൽ, ശങ്കർ S, രതീഷ് AS, ബിജു വേഞ്ഞപ്പാലത്തിനാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉടുമ്പൻചോല താലൂക്കിന് അനുവദിച്ച ഫയർ സ്റ്റേഷൻ പട്ടം കോളനിയുടെ ആസ്ഥാനമായ മുണ്ടിയരുമയിൽ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മുൻപ് മുണ്ടിയരുമയിൽ സ്ഥലം കണ്ടെത്തിയെങ്കിലും താലൂക്ക് ആസ്ഥാനമായി നെടുങ്കണ്ടത്ത് വേണമെന്ന അനാവശ്യ വാദഗതികൾ മൂലം നെടുങ്കണ്ടത്തിന് മാറ്റുകയായിരുന്നു. മുണ്ടിയരുമ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം കണ്ടെത്തിയ സ്ഥലത്ത് ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതിനാൽ KSRTC ഡിപ്പോയ്ക്കായി വാങ്ങിയ സ്ഥലത്തേക്ക് ഡിപ്പോ മാറ്റുവാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ യഥേഷ്ടം വെള്ളം ലഭിക്കുന്ന പ്രദേശമാണ് മുണ്ടിയരുമ. കല്ലാർപ്പുഴയോട് ചേർന്ന് ഓഫീസ് ആരംഭിക്കുന്നതിനും ജീവനക്കാർക്കുള്ള ക്വാർട്ടേഴ്സിനും ഉതകുന്ന സ്ഥലവും കെട്ടിടങ്ങളും റവന്യൂ വകുപ്പിന്റെ അധീനതയിലുണ്ട്. ഇത് കൈമാറിയാൽ സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത കൂടാതെ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുവാൻ കഴിയും. വർഷം മുഴുവൻ വെള്ളം ലഭിക്കാൻ ഉതകുന്ന കല്ലാർപ്പുഴ ഈ സ്ഥലത്തിന് 50 മീറ്റർ മാത്രം അകലെയാണ്. താലൂക്ക് ആസ്ഥാനവുമായുള്ള ദൂരം 4 കിലോമീറ്റർ മാത്രമാണ്. മുണ്ടിയരുമയിൽ നിന്നും താലൂക്കിന്റെ ഏത് പ്രദേശത്തേക്കും എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ ഉതകുന്ന നിരവധി റോഡുകളുമുണ്ട്. ഇത്തരം അനുകൂല സാഹചര്യങ്ങൾ മനസ്സിലാക്കി അധികൃതർ മുണ്ടിയരുമയിൽ തന്നെ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന് മർച്ചന്റ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നുണ്ട്.
ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, റവന്യൂ മന്ത്രി എന്നിവർക്കും വകുപ്പുതല ഉദ്യോഗസ്ഥർക്കും KPCC സെക്രട്ടറി ഇബ്രാഹിംകുട്ടി കല്ലാർ മുഖാന്തരം നിവേദനങ്ങൾ നൽകിയതായും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഉടുമ്പൻചോല താലൂക്കിന് അനുവദിച്ചിരിക്കുന്ന ഫയർ സ്റ്റേഷൻ താലൂക്ക് ആസ്ഥാനമായ നെടുങ്കണ്ടത്തിന് തൊട്ടടുത്ത പ്രദേശമായ മുണ്ടീരുമയിൽ, പട്ടം കോളനിയുടെ ആസ്ഥാനമായ മുണ്ടീരുമയിൽ പ്രവർത്തിക്കണം എന്ന് മുണ്ടീരുമ മർച്ചന്റ് അസോസിയേഷൻ ആവശ്യപ്പെടുകയാണ്. ഇനി ഫോക്കസ് ഇടുക്കി. കാർഷിക സംസ്കൃതിയുടെ നല്ല പാഠങ്ങൾ തേടി വിദ്യാർത്ഥികൾ വയലുകളിലേക്ക്. കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെയും നെടുങ്കണ്ടം MES കോളേജിലെയും വിദ്യാർത്ഥികളടങ്ങിയ സംഘമാണ് നെൽകൃഷിയുടെ പുതിയ അറിവുകൾ തേടി പാടത്തിറങ്ങിയത്. ഫോക്കസ് ഇടുക്കി. മലയാളിയുടെ ഗ്രഹാതുര സ്മൃതികളിൽ നിന്ന് പോലും കാർഷിക സംസ്കൃതി പടിയിറങ്ങുമ്പോൾ കൃഷിയുടെ പുതിയ പാഠങ്ങൾ തേടി എത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. കട്ടപ്പന ഇടുക്കി കവലയ്ക്ക് സമീപത്തെ വലിയ കണ്ടം പാടശേഖരത്തിലാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നെൽകൃഷി ആരംഭിച്ചിരിക്കുന്നത്. 1.5 ഏക്കറോളം വിസ്തൃതിയുള്ള പാടം നെൽകൃഷിക്കായി ഒരുക്കിയതും വിത്ത് വിതച്ചതുമെല്ലാം വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് കൃഷി ചെയ്യുവാനുള്ള അവസരമൊരുക്കിയത്. നാടൻ പാട്ടുകൾ പാടിയും ആർപ്പുവിളികളുമായി വിദ്യാർത്ഥികൾ ആദ്യമായി പാടത്തേക്ക് ഇറങ്ങിയത് ആഘോഷിച്ചു. പാടം കിളച്ചും പരമ്പരാഗത കാർഷിക ഉപകരണമായ ഞവരി ഉപയോഗിച്ച് ചെളിക്കട്ടകൾ ഒടിച്ച് നിരപ്പാക്കിയും വിദ്യാർത്ഥികൾ പാടത്തെ കൃഷിക്കായി ഒരുക്കി. തുടർന്ന് വിദ്യാർത്ഥി സംഘം പാടത്ത് ഞാറുകളും നട്ടു. ആദ്യത്തെ കൃഷി അനുഭവം ഏറെ സന്തോഷം നൽകുന്നതാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇവിടെ വന്നിട്ട് നല്ല രസമുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത് ഞങ്ങൾക്ക്. ഈ പഴയ സിനിമയിലൊക്കെ കാണുന്ന പോലെ നല്ല രസമുണ്ട് ഇവിടെ വന്ന് നടാനും. ഇത് നല്ലൊരു എൻജോയ്മെൻ്റ് ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ വലിയ കണ്ടം പാടശേഖര സമിതി ഭാരവാഹികളും കർഷകരും ഒപ്പമുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്ക് അന്യമായ കൃഷിയറിവുകൾ പകർന്നു നൽകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് കർഷകരും പറയുന്നു. വളരെ സന്തോഷമുണ്ട്. പുതിയ ജനറേഷൻ ഇതൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങൾ അവർക്ക് ഇതെന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു അവസരമെങ്കിലും ഇങ്ങനെ ഒരുക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. അവർക്കറിയില്ല ഇതെന്തെന്ന് അവർ കണ്ടിട്ടില്ല. ഇനിയാണെങ്കിലും കാണാനും ഒത്തിരി വയലുകൾ നിർത്തിക്കൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് അവർക്കിതൊന്നും കാണാനുള്ള അവസരം പോലും ഇല്ല. അപ്പോൾ അതിനൊരു അവസരം ഒരുക്കാൻ പറ്റിയതും ഭാഗ്യം തന്നെയാണ്. ഏക്കറുകളോളം പാടശേഖരങ്ങളുണ്ടായിരുന്ന കട്ടപ്പന പഞ്ചായത്തിൽ അവശേഷിക്കുന്ന ഏക പാടശേഖരമാണ് വലിയ കണ്ടത്തെ ഈ പാടശേഖരം. കൃഷിച്ചെലവ് വർദ്ധിച്ചതും രോഗബാധകൾ ഏറിയതും മൂലം നെൽകൃഷി നഷ്ടമായതിനാൽ കർഷകർ നെൽകൃഷി ഉപേക്ഷിച്ച് മറ്റു കൃഷികളിലേക്ക് തിരിയുകയായിരുന്നു. പരിസ്ഥിതി സന്തുലിതാവസ്ഥയ്ക്കും മണ്ണിന്റെ ജലശേഖരണ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും ഏറെ പങ്കുവഹിക്കുന്ന പാടശേഖരങ്ങൾ മറ്റ് കൃഷികൾക്ക് വഴിമാറുമ്പോഴാണ് ഈ വിദ്യാർത്ഥി കൂട്ടം മണ്ണിലേക്ക് ഇറങ്ങിയത്. ആഹാരത്തിനായി അതിർത്തി കടന്നെത്തുന്ന അന്യസംസ്ഥാന ലോറികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മലയാളികളുമായി ഈ യുവത്വം പങ്കുവയ്ക്കുന്നത് വിഷാംശമില്ലാത്ത ഭക്ഷണം കഴിക്കണമെങ്കിൽ മണ്ണിലേക്ക് ഇറങ്ങാനുള്ള സമയം അതിക്രമിച്ചു എന്നാണ്. ക്യാമറമാൻ ബിബിൻ ജോയിയുടെ ദൃശ്യങ്ങൾക്കൊപ്പം KM സിനോബി, ഇടുക്കി നെറ്റ് ന്യൂസ്. കേരള സാംബവർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ അവകാശ സംരക്ഷണ ദിനം ആചരിച്ചു. പൂന കരാറിന്റെ വാർഷിക ദിനമാണ് അവകാശ ദിനമായി KSS ആചരിച്ചത്. പൂന കരാറിന്റെ വാർഷിക ദിനം സാംബവർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ ദിനമായാണ് ആചരിച്ചത്. ഇതിനോടനുബന്ധിച്ച് KSS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ധർണയും നടത്തി. SC/ST പട്ടികയിൽ പുതിയ ജാതി വിഭാഗങ്ങളെ ഉൾപ്പെടുത്താനുള്ള നീക്കം ഉപേക്ഷിക്കുക, സ്വകാര്യ എയ്ഡഡ് വിദ്യാലയങ്ങളിലും ദേവസ്വം ബോർഡ് നിയമനങ്ങളിലും സംവരണം നടപ്പാക്കുക, വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് നേടി ജോലിയിൽ പ്രവേശിച്ച 366 പേരെ പുറത്താക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ഈ പട്ടികജാതിക്കാർക്കായിട്ട് ഇന്ന് വരെ അവർക്ക് അനുകൂലമായി നിൽക്കേണ്ട കേരളത്തിൽ 16 MLA-മാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മറ്റൊരു ജാതിക്കാരനും സ്വന്തം ജാതി പറഞ്ഞ് മത്സരിക്കാറില്ല. എന്നാൽ ഇവിടെ കേരളത്തിൽ ജാതി പറഞ്ഞ് മത്സരിക്കുന്ന ഒരൊറ്റ വിഭാഗമേ ഉള്ളൂ, പട്ടികജാതിക്കാർ. KSS ജില്ലാ പ്രസിഡന്റ് രാജു ആഞ്ഞിലിത്തോപ്പിൽ ധർണ ഉദ്ഘാടനം ചെയ്തു.
CS രാജേന്ദ്രൻ, CK കുഞ്ഞുമോൻ, T സുരേഷ് കുമാർ, KR രാജൻ, അനിൽകുമാർ കൊട്ടക്കുഴി, S ഗുരുസ്വാമി, ഉണ്ണി മുതുകുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു. മലനാട് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ 18ാമത് സമ്മേളനത്തിന് നാളെ കട്ടപ്പനയിൽ തുടക്കമാകും. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ജയചന്ദ്രൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മലനാട് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയന്റെ 18ാമത് സമ്മേളനം നാളെയും നാളത്തെ കഴിഞ്ഞുമായി കട്ടപ്പനയിൽ നടക്കുകയാണ്. നാളെ രാവിലെ 9 മണിക്ക് ടൗൺ ഹാളിൽ പതാക ഉയർത്തുന്നതോടുകൂടി പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. 2011 നടന്ന സമ്മേളനത്തിന് ശേഷം ഈ സമ്മേളനം നടക്കുന്നത് വരെയുള്ള കാലയളവിൽ ദേശീയ രംഗത്തുള്ള പ്രശ്നങ്ങളും കേരളത്തിലെ പ്രശ്നങ്ങളും തോട്ടം മേഖലയിലെ പ്രശ്നങ്ങളും ഉയർത്തിക്കൊണ്ട് നിരവധി സമരങ്ങളാണ് മലനാട് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. യൂണിയന്റെ 17 ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 350ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. രാവിലെ 8:30 പ്രതിനിധി സമ്മേളനം കട്ടപ്പന ടൗൺ ഹാളിൽ ആരംഭിക്കും. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ജയചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വർത്തമാനകാല സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ചും വ്യാവസായിക രംഗത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സമ്മേളനം വിലയിരുത്തും. തുടർന്ന് യൂണിയൻ ഭാരവാഹികളെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുക്കും. 29 വൈകുന്നേരം 3 മണിക്ക് ITI ജംഗ്ഷനിൽ നിന്ന് പൊതുപ്രകടനം ആരംഭിക്കും. പ്രകടനം കട്ടപ്പന പഞ്ചായത്ത് മൈതാനിയിൽ സമാപിച്ച ശേഷം പൊതുസമ്മേളനം ആരംഭിക്കും. അഖിലേന്ത്യാ കിസാൻ സഭ കേന്ദ്ര കമ്മിറ്റി അംഗവും CPM ജില്ലാ സെക്രട്ടറിയുമായ MM മണി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നേതാക്കളായ KK ജയചന്ദ്രൻ MLA, KP മേരി, അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP, KS മോഹനൻ, KR സോദരൻ, N ശിവരാജൻ, KA മണി എന്നിവർ സംസാരിക്കും. കട്ടപ്പന പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ ജനറൽ സെക്രട്ടറി KS മോഹനൻ, സ്വാഗത സംഘം ചെയർമാൻ KR സോദരൻ, N ശിവരാജൻ, കൺവീനർ KA മണി, PC തങ്കച്ചൻ, VR സജി തുടങ്ങിയവർ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം പവന് 20,280 രൂപ, 1 ഗ്രാമിന് 2,535 രൂപ, വെള്ളി ഗ്രാമിന് 60 രൂപ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജയിലിലേക്ക് 4 വർഷം തടവ്. വിധി ബംഗളൂരുവിലെ പ്രത്യേക കോടതിയുടേത്. തമിഴ്നാട്ടിൽ വ്യാപക അക്രമം, പ്രതിസന്ധി കേരളത്തിലേക്കും പടരും. ഗവൺമെന്റിന്റെ ധൂർത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും ദുരിതം ഏറ്റുവാങ്ങേണ്ടവരല്ല ജനങ്ങളെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. വർദ്ധിപ്പിച്ച ജലക്കരവും ഭൂനികുതിയും നൽകാൻ തയ്യാറല്ലെന്നും പിണറായി വിജയൻ. നഗരസഭകളാക്കാനുള്ള പട്ടികയിൽ നിന്ന് കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ ഒഴിവാക്കിയതിനെതിരെ വ്യാപക പ്രതിഷേധം. നഗരസഭയാക്കാനുള്ള പട്ടികയിൽ നിന്ന് കട്ടപ്പനയെ ഒഴിവാക്കിയതിന് പിന്നിൽ ഉപസമിതിയുടെ ആസൂത്രിത നീക്കമെന്ന് കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി. ജില്ലയിൽ മയക്കുമരുന്ന് ഉപഭോഗം വർദ്ധിക്കുന്നു. അന്തർ സംസ്ഥാന അതിർത്തി കടന്ന് കേരളത്തിലേക്ക് എത്തുന്ന കഞ്ചാവിന്റെ അളവിൽ വൻ വർധന. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ പിടികൂടിയത് 150 കിലോഗ്രാം അധികമാണ്. കാർഷിക സംസ്കൃതിയുടെ നല്ല പാഠങ്ങൾ തേടി വിദ്യാർത്ഥികൾ വയലുകളിലേക്ക്. കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെയും നെടുങ്കണ്ടം MES കോളേജിലെയും വിദ്യാർത്ഥികളടങ്ങിയ സംഘമാണ് നെൽകൃഷിയുടെ പുതിയ അറിവുകൾ തേടി പാടത്തിറങ്ങിയത്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. Thank you.